ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ നാലുമണി പലഹാരമാണ്. ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ ചായപ്പീടികയിലും കിട്ടുന്ന എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പലഹാരങ്ങളിലൊന്നാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സുഖിയൻ. നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന്. സുഖിയനിലേക്ക് ആവശ്യമായ ചേരുവകൾ: ചെറുപയർ, ശർക്കര ഉരുക്കിയത്, തേങ്ങ, മൈദ, കുറച്ച് അരിപ്പൊടി, ഏലക്ക പൊടിച്ചത്, കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, അതുപോലെ വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഞാൻ ഓൾറെഡി പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, വെറുതെ വെള്ളത്തിൽ വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ശർക്കരയും ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ചെരുക്കിയതുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാറ്റർ ആദ്യം തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്കിതിലേക്ക് മൈദ, ഞാനൊരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അരിപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിന് കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾ പൊടി, ഓപ്ഷനല്ല, വേണമെങ്കിലും മതി. അതുപോലെ ലേശം ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാം. ഇത് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിൽ വേണം. ഇനി നമ്മൾ വെള്ളം ചേർത്തത് കൂടിപ്പോയാൽ മൈദ കുറച്ചും കൂടി ചേർത്ത് നമുക്ക് ഇട്ടാൽ മതി. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഇതിന് വേണ്ടുന്ന ബോൾസ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ, ഇത് അധികം വെന്ത് പോകരുത്, എന്നാൽ അധികം കട്ടിയാവുകയും ചെയ്യരുത്. ഈ ഒരു പരുവത്തിൽ വിട്ട് നിൽക്കണം. ഞാനിത് കുറച്ചേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് തേങ്ങ ചെരുവിയത്, തേങ്ങയും ചെറുപയറും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കി ഇതിൻ്റെ വെള്ള അംശമൊക്കെ ഞാൻ കളഞ്ഞു മാറ്റിയെടുത്തേക്കുന്നതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശർക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആഡ് ചെയ്താലും മതി. ഇതും കൂടി നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തേക്കുന്ന, അത് നമുക്ക് ഇതിന് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയൊന്ന് എടുക്കണം. അത് നമ്മുടെ ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട്. ഏലക്കപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് അത് ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് വേണം മാവിൽ മുക്കി പൊരിക്കാൻ. അപ്പോൾ ആദ്യം ഒന്ന് ഉരുട്ടി നമുക്ക് എടുക്കാം. ബോൾസ് നമ്മളുടെ ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട്. ഇതൊരു മീഡിയം സൈസായിരിക്കും. അപ്പം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ചെറുപയറിൻ്റെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10-25 എണ്ണം ഞാൻ എടുത്ത പയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം നമുക്കിത് ബാറ്ററിൽ മുക്കി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം.
ഇത് നല്ല മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ പുതിയ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരു സൈഡായി വരുന്നുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സുഖിയൻ ഏകദേശം തയ്യാറായി വരുന്നുണ്ട്. ഇത് ശരിക്കും നല്ല ചൂടോടെ നല്ല കാപ്പിയുടെ കൂടെ കഴിക്കണം. അപ്പം നമ്മുടെ സുഖിയൻ തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് വറുത്ത് കോരാം. ബാക്കി ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മുഴുവനും വറുത്തെടുത്തിട്ടില്ല. നമ്മളിത് ബോൾസ് ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ഒരു ബോക്സിൽ ടൈറ്റ് ബോക്സിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ഡേയ്സ് ഒക്കെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ബാറ്റർ അതിനനുസരിച്ചിട്ട് തയ്യാറാക്കി നമുക്ക് ആവശ്യാനുസരണം വറുത്തെടുക്കാം. ഞാനിതിനകത്ത് കുറച്ചേ വറുത്തിട്ടുള്ളൂ. ഏതായാലും നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എല്ലാവരും. ഞാൻ ഈ സുഖിയൻ തയ്യാറാക്കിയത് ഏറ്റവും എളുപ്പത്തിലുള്ള രീതിയിലാണ്. ഇത് 2 രീതിയിലും നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ ശർക്കര പാനി നന്നായിട്ട് ഉരുക്കിയിട്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് അതൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് ചെറുപയറും ചേർത്ത് കുഴഞ്ഞ പരുവത്തിലാക്കി എടുത്തിട്ട് ആറിയതിന് ശേഷം ഉരുക്കിയെടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായ വഴി. പക്ഷേ നമ്മൾ അതിന് ഒത്തിരി സമയം പോകും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ബിസി ആയിട്ടുള്ള ലൈഫിൽ എല്ലാവരും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തേങ്ങ ചരടി വെച്ചിരുന്നതുണ്ടെങ്കിൽ അതെടുക്കാം നമുക്ക്. അതുപോലെ ശർക്കര പൊടിച്ചതുണ്ടെങ്കിൽ ഇപ്പോൾ പാക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതൊക്കെ. അപ്പം അത് ജസ്റ്റ് മിക്സ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് വന്നാൽ ചെറുപയർ എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ തേങ്ങ ഉണ്ടാവും, ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. റെസിപ്പീസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.